ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ചാനലിലേക്ക് ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മടിക്കരുത് കേട്ടോ കൂട്ടുകാരെ. ഇപ്പോൾ നല്ല ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഞാൻ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. പർപ്പിളിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. പെട്ടെന്ന് തന്നെ ഡെലിവറിയൊക്കെ നമുക്ക് 1-2 ദിവസം കൊണ്ടൊക്കെ ഡെലിവറി ആയി. പെട്ടെന്ന് കൊണ്ടുവന്ന് തന്നു. അതൊക്കെ നല്ല സൂപ്പറായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എന്താണെന്നല്ല, നമ്മളിപ്പോൾ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലൊക്കെ ഇപ്പോൾ നല്ല ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് റോസ്മേരി വാട്ടർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും അത് വാങ്ങിയിട്ട് യൂസ് ചെയ്തിട്ട് നല്ല സൂപ്പറാണ്, റിസൾട്ടൊക്കെ അടിപൊളിയാണെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കറിയില്ല, ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ശരി എന്നാൽ ഈ ഒരു റോസ്മേരി വാട്ടർ നമുക്കൊന്ന് വാങ്ങി യൂസ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നൊന്ന് നോക്കാമല്ലോ എന്ന് വെച്ചിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ഇത് ഞാൻ 2 എണ്ണം വാങ്ങിയിട്ട് ഒന്ന് നമ്മൾ സ്പ്രേ ബോട്ടിൽ, നമ്മൾ ആ റോസ്മേരി വാട്ടറിൻ്റെ സ്പ്രേ ബോട്ടിൽ, പിന്നൊന്ന് റീഫിൽ പാക്കും ആണ് കേട്ടോ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ 2 എണ്ണം നമുക്ക് ഈ ഒരു സ്പ്രേ ബോട്ടിലുള്ള റോസ്മേരി വാട്ടർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റീഫിൽ ചെയ്ത് വീണ്ടും ഉപയോഗിക്കാനായിട്ട് ഉള്ള ഒരു ബോട്ടിൽ കൂടെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ റീഫിൽ പാക്ക് വാങ്ങിയത് 305 ml ആണ്. അതേപോലെ തന്നെ റോസ്മേരി വാട്ടർ ആണെങ്കിൽ നമ്മൾ വാങ്ങിയത് 200 ml ആണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ റേറ്റ് ആയത് 607 രൂപയാണ്. ടോട്ടൽ നമ്മൾ ഡെലിവറി ചാർജസ് ഉൾപ്പെടെ 607 രൂപയാണ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത് കുറേ പേര്, എൻ്റെ ഫ്രണ്ട്സൊക്കെ കുറേ പേര് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ശരി എന്നാൽ ഒന്ന് വാങ്ങിയിട്ട് നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കാം, എന്നിട്ട് റിവ്യൂസൊക്കെ നിങ്ങളെ അറിയിക്കാമല്ലോ എന്ന് വെച്ചിട്ട് വാങ്ങിയതാണ്. അപ്പോൾ റോസ്മേരി പ്ലാന്റ് നമ്മൾ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറേ തവണ ഈ ഒരു റോസ്മേരി പ്ലാന്റ് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ വീട്ടിലൊക്കെ വെച്ച് വളർത്താനൊക്കെ പറ്റിയൊരു ചെടിയാണ് കേട്ടോ. കുറച്ച് കെയറൊക്കെ ആവശ്യമുണ്ട് ഈ ഒരു റോസ്മേരി പ്ലാന്റ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ നിന്നാണ് നമ്മൾ ഈ റോസ്മേരി വാട്ടറും അതുപോലെ തന്നെ റോസ്മേരി ഓയിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. അപ്പോൾ ഈ ഒരു റോസ്മേരി വാട്ടറൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത്, അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ. അപ്പോൾ നമുക്ക് ഇന്ന് റോസ്മേരി പ്ലാന്റിനെ പറ്റി ഒന്ന് അറിഞ്ഞാലോ. ഇത് നല്ലൊരു ഹെർബൽ പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഹെയർ ഗ്രോത്തിനും അതുപോലെ തന്നെ ഹെയറൊക്കെ ഗ്രേ ആവാതിരിക്കാനൊക്കെ ഇത് യൂസ് ചെയ്താൽ നല്ലതാണ്. റോസ്മേരി പ്ലാന്റിൻ്റെ ഇലയും ആ ഒരു വാട്ടറൊക്കെ, നമ്മൾ ഇലയിൽ നിന്ന് വാട്ടറൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെയറൊക്കെ പെട്ടെന്ന് ഗ്രേ ആവില്ല. പിന്നെ അതുപോലെ തന്നെ നല്ല തിക്ക് ഹെയറൊക്കെ വരാനും നല്ല ഹെയർ ഗ്രോത്തിനും ഒക്കെ ഇത് നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു പ്ലാന്റ് യൂസ് ചെയ്യുന്നത് ഫുഡിനൊക്കെ ഫ്ലേവർ കിട്ടാനൊക്കെ ഈ ഒരു പ്ലാന്റ് യൂസ് ചെയ്യാറുണ്ട്. പ്ലാന്റിൻ്റെ ഇലയൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഹെയർ ഓയിലൊക്കെ ഉണ്ടാക്കി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ താരൻ ശല്യമൊക്കെ നന്നായിട്ട് കുറയും. അതുപോലെ തന്നെ മുടിയൊക്കെ നല്ല ആയിട്ടൊക്കെ വളരും. അപ്പോൾ ഈ ഒരു പ്ലാന്റ് കൊണ്ട് തന്നെ ഹെയർ ഓയിൽ, നമ്മളിപ്പോൾ റോസ്മേരി ഓയിലൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അത് ഈ ഒരു പ്ലാന്റിൽ നിന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ സൂചി പോലുള്ള നല്ല കടും പച്ച നിറത്തിലുള്ള ഇലകളാണ് ഈ ഒരു റോസ്മേരി പ്ലാന്റിനുള്ളത്. ഇതിൻ്റെ ജന്മദേശം എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ പ്രദേശമാണെന്ന് പറയപ്പെടുന്നുണ്ട്. പിന്നെ ഇത് ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണെന്നും പറയപ്പെടുന്നുണ്ട് കേട്ടോ. ഇതുകൊണ്ട് നമ്മൾ ഹെർബൽ ടീ ഒക്കെ ഉണ്ടാക്കും. അപ്പോൾ നല്ല ബ്ലഡൊക്കെ നന്നായിട്ട് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹെർബൽ ടീ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ഈ ഒരു റോസ്മേരി പ്ലാന്റ് ഉണ്ടല്ലോ, സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ ഈ പ്ലാന്റ് യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്ലവർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നല്ല ബ്ലൂ കളറിലുള്ള ഫ്ലവറാണ്. കുട്ടി ചെടിയാണ്, പക്ഷെ നല്ല രസം, സൂചി പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് സൂര്യപ്രകാശം നന്നായിട്ടുള്ള സ്ഥലത്ത് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, വളർത്തിയെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ ചെടി പെട്ടെന്ന് കേടുവന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വെച്ചിട്ട് വേണം ഇതിന് വളർത്താൻ. പിന്നെ പെട്ടെന്നൊന്നും ഇതിനെ കീടമൊന്നും ബാധിക്കില്ല. കാരണം ഇതിൻ്റെ ഇലയ്ക്കൊക്കെ ഒരു നല്ല ഫ്രഷ് സ്മെല്ലുണ്ട്, നല്ല മണമുണ്ട്. കർപ്പൂരത്തിൻ്റെയൊക്കെ ഒരു മണമാണ് ഇതിനുള്ളത്. അപ്പോൾ എനിക്ക് അങ്ങനെയാട്ടോ ഫീൽ ചെയ്തത്. നല്ലൊരു മണമാണ് ഇതിന്. നല്ലൊരു ഹെർബൽ പ്ലാന്റ് ആയിട്ടൊക്കെ നല്ല ഫ്രാഗ്രൻസ് കിട്ടാനും അതുപോലെ തന്നെ ഫ്രഷ്നെസ് കിട്ടാനും ഒക്കെ ഇതൊരു നല്ല ഹെർബൽ പ്ലാന്റ് ആയിട്ട് വളർത്തിയെടുത്താൽ വളരെ നല്ലതാണ്.
പിന്നെ വെള്ളമൊക്കെ വളർത്തുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് വെള്ളമൊന്നും കെട്ടി നിൽക്കാതെ വേണം ഈ ഒരു ചെടി നമ്മൾ നോക്കിയെടുക്കാനായിട്ട്. ഇലയുടെ സ്മെല്ലൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ജസ്റ്റ് ഒന്ന് തൊട്ടാൽ തന്നെ അറിയും. നമ്മൾ ജസ്റ്റ് ആ ഒരു ചെടിയിൽ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്, ആ ചെടിൻ്റെ ഇലയൊന്ന് ഷെയ്ക്ക് ആയാൽ തന്നെ ആ ഒരു സ്മെല്ല് നന്നായിട്ട് വരും. നല്ല രസമുള്ള സ്മെല്ലാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കുന്നത് നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതിനെ അരച്ചിട്ട് അതേപോലെ തന്നെ മുഖത്തൊക്കെ ഈ ഇലകളുണ്ടല്ലോ, ഈ ഇല അരച്ചിട്ട് മുഖത്ത് പുരട്ടുന്നത് മുഖക്കുരു വരാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ മുഖക്കുരു ഉള്ളിടത്തൊക്കെ പുരട്ടി കഴിഞ്ഞാൽ മുഖക്കുരു പോവുമെന്നും പറയുന്നുണ്ട്. കൂടാതെ ഇതിൻ്റെ ഇലയിട്ടിട്ട് നമ്മൾ എണ്ണ കാച്ചി ഉപയോഗിക്കുന്നത് താരൻ ശല്യമൊക്കെ കുറയ്ക്കാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ താരനൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് നല്ലൊരു പ്ലാന്റാണ്. അപ്പോൾ നമ്മൾ ഈ റോസ്മേരി പ്ലാന്റ് വീട്ടിലില്ലാത്തവർക്ക് വേണമെങ്കിൽ ഈ ഒരു റോസ്മേരി വാട്ടറൊക്കെ വാങ്ങി യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ റോസ്മേരി ഓയിലൊക്കെ ഉണ്ട്, ഇതൊക്കെ വാങ്ങി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒറിജിനൽ ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റ്, ഈ പ്ലാന്റ് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് ഇപ്പോൾ ഇലയാണെങ്കിലും ആ ഒരു ചെടി കൊണ്ടാണെങ്കിലും ഒക്കെ നമുക്ക് നല്ല ഗുണങ്ങളാണ്. ഹെയറിനാണെങ്കിലും സ്കിന്നിനാണെങ്കിലും ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഗുണങ്ങൾ തരുന്ന ഒന്നാണ് ഈ ഒരു പ്ലാന്റ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് വീട്ടിൽ വെച്ചിട്ട് നമുക്ക് അതുകൊണ്ട് ഈ ഒരു ഓയിലും അതുപോലെ തന്നെ വാട്ടറും ഒക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് ഹെയറിലും സ്കിന്നിലും ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ.